പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് പോലീസ് നിയമന തട്ടിപ്പ് കേസിലെ പ്രതി ശരണ്യയുടെ രഹസ്യമൊഴിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഗുരുതര പരാമർശം. ആഭ്യന്തരമന്ത്രിയുടെ ആലപ്പുഴയിലെ ക്യാമ്പ് ഓഫീസിൽ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മൊഴിയിലുണ്ട്. തന്നെ ചെന്നിത്തലയുമായി ബന്ധപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൈസലാണെന്നും മൊഴിയിൽ പറയുന്നു. മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ ശരണ്യയുടെ രഹസ്യമൊഴി പീപ്പിൾ TV പുറത്തുവിട്ടു. ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പോലീസിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ താനല്ല പ്രതിയെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസാണെന്നും കേസിലെ പ്രതി ശരണ്യ ഹരിപ്പാട് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലാണ് ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസ് ജീവനക്കാരുടെയും പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തി മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം കായംകുളം DYSP തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും ചെന്നിത്തലയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും പേര് പുറത്തു പറയരുതെന്ന് ക്രൈംബ്രാഞ്ച് SP ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ സൂചിപ്പിക്കുന്നു. പോലീസ് നിയമനത്തിനുള്ള കേരള പോലീസിന്റെ സീലും PSCയുടെ സീലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൊണ്ടുവന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉത്തരവുകളിൽ പതിച്ചതെന്നും ശരണ്യയുടെ 14 പേജുള്ള മൊഴിയിൽ സൂചിപ്പിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വേളയിൽ നമുക്ക് ആളുകളെ എത്തിക്കുന്ന ആളാണ് താനെന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രിയെ തന്നെ പരിചയപ്പെടുത്തിയതെന്നും മൊഴിയിൽ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും കോടികളുടെ തട്ടിപ്പുകളിൽ ഇടപെട്ടതായുള്ള വാർത്തകളാണ് ഇതോടെ പുറത്തായിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കഴിഞ്ഞ മാസം 27-നാണ് കായംകുളം കേന്ദ്രീകരിച്ച് നടന്ന പോലീസ് നിയമന തട്ടിപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കേസിലെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും പീപ്പിൾ TV വാർത്ത നൽകിയിരുന്നു. ശരണ്യയുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിരവധി രേഖകളും പോലീസ് പിടിച്ചെടുത്തു. ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധി ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയിലാണ് പോലീസിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശി ശരണ്യയാണ് തട്ടിപ്പിന് പിന്നിൽ. രമേശ് ചെന്നിത്തലയുടെ പേര് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയതായി തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. ഈ കാലയളവിൽ സംശയം പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ ഈ സംശയം അവർ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് എൻ്റെ ഏറ്റവും അടുത്ത കക്ഷിയാണ്. രമേശ് ചെന്നിത്തല സാറും അറിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പല പോലീസ് ഓഫീസറുടെയും ആണെന്ന് പറഞ്ഞ് ഫോൺ വഴി ഞങ്ങളെ സംസാരിപ്പിക്കുകയും ചെയ്തു വിശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. 75,000 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലാണ് എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് SLC ബുക്ക്, വോട്ടർ ID ഇതൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഉന്നത ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. തട്ടിപ്പ് നടത്തിയ ശരണ്യയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കേരള പോലീസിന്റെ വ്യാജസീലും നിരവധി നിയമന ഉത്തരവും പിടിച്ചെടുത്തു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. മെമ്മോകൾ വ്യാജമായി ഉണ്ടാക്കിയ റെക്കോർഡുകൾ കണ്ടിട്ടുണ്ട്. മറ്റ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയെക്കുറിച്ച് തെരച്ചിൽ നടത്തുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സോളാർ കേസിൽ സത്യം തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കേണ്ടി വരുമെന്ന് ബിജു രാധാകൃഷ്ണൻ. സോളാർ കമ്മീഷന് മൊഴി നൽകവെയാണ് ബിജുവിന്റെ വെളിപ്പെടുത്തൽ. 2.5 വർഷത്തിനകം ജയിലിൽ നിന്നിറക്കാമെന്ന് വാഗ്ദാനം നൽകിയതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നതെന്നും കമ്മീഷന് നൽകിയ പ്രത്യേക അപേക്ഷയിൽ ബിജു വെളിപ്പെടുത്തി. സോളാർ കേസ് അന്വേഷണ റിപ്പോർട്ടിൽ കാണാത്തതും മാധ്യമങ്ങളിലൂടെ ഇതുവരെ പുറത്തുവരാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് നൽകിയ അപേക്ഷയിൽ പറയുന്നു. 2.5 വർഷത്തിനകം ജയിലിൽ നിന്നിറക്കാമെന്ന വാഗ്ദാനമാണ് തൻ്റെ വായടപ്പിച്ചത്. പക്ഷേ വാഗ്ദാനം നൽകിയവർ തന്നെ മണ്ടനാക്കുകയാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കുന്നവരെ പൊതുജനം കല്ലെറിയും. സർക്കാരിൻ്റെ പദവികളും അധികാരങ്ങളും ഉപയോഗിച്ച് പങ്കാളിത്ത വ്യവസ്ഥയുണ്ടാക്കി വൻ തുകകൾ കൈപ്പറ്റിയവരുണ്ട്. സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്ന് ഇനിയും പറഞ്ഞാൽ അത് പൊതുജനത്തെ കഴുതകളാക്കലാണെന്നും ബിജുവിൻ്റെ അപേക്ഷയിൽ പറയുന്നു. തൻ്റെ കുഞ്ഞിനെ കളവ് പഠിപ്പിച്ച് കള്ളസാക്ഷി പറയിപ്പിച്ച് കേസിൽ കുടുക്കിയെന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ മാസം 23-ന് തൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കമ്മീഷന് മുൻപിൽ ഹാജരാക്കാൻ അനുമതി നൽകണമെന്നും തൻ്റെ അപേക്ഷയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകാൻ അനുവദിക്കണമെന്നും ബിജു രാധാകൃഷ്ണൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപേക്ഷയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകാൻ കമ്മീഷൻ അനുവദിച്ചില്ല. ബിജു രാധാകൃഷ്ണന്റെ മാനസിക സമ്മർദ്ദം കണക്കിലെടുത്ത് തുടർന്നുള്ള വിസ്താരം ഈ മാസം 30-ലേക്ക് മാറ്റിയതായി ജസ്റ്റിസ് G. ശിവരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
സംസ്ഥാനത്തെ കോർപ്പറേഷൻ മേയർമാരുടെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. കണ്ണൂരിൽ ഒത്തുതീർപ്പിനില്ലെന്ന് കോൺഗ്രസ് വിമതൻ PK രാഗേഷ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിമതന്റെ തീരുമാനം എന്തായാലും LDF മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചു. തൃശൂരിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കോൺഗ്രസ് വിമത PK ശാന്തകുമാരി പിന്തുണ LDFന് പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ AI ഗ്രൂപ്പ് തർക്കത്തിൽ സൗമിനി ജെയിനായിരിക്കും മേയറാവുക എന്ന് സൂചനയുണ്ട്. ഷൈനി മാത്യുവിൻ്റേത് പേയ്മെന്റ് സീറ്റാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബഹളം. മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ ചേർന്ന യോഗത്തിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർ ഇറങ്ങിപ്പോയി. അനിശ്ചിതത്വങ്ങൾക്ക് ഇടെ A ഗ്രൂപ്പിലെ സൗമിനി ജെയിനെ കൊച്ചി മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കൊച്ചി മേയറെ തെരഞ്ഞെടുക്കാൻ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം നാടകീയ രംഗങ്ങൾക്കാണ് വേദിയായത്. ഇരുവിഭാഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് നടന്നത്. ബഹളത്തിനിടെ 18ാം ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലർ പ്രേംകുമാർ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. നേതാക്കളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് മതേതര മുഖം നഷ്ടപ്പെട്ടുവെന്ന് പ്രേംകുമാർ ആരോപിച്ചു. വിപ്പ് സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും പ്രേംകുമാർ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം തീരുമാനമെടുക്കുന്നത് ശരിയായ നടപടിയല്ല. മേയർ സ്ഥാനം A ഗ്രൂപ്പിന് നൽകാൻ ധാരണയായതു മുതൽ ആരെ മേയർ സ്ഥാനാർത്ഥിയാക്കുമെന്നത് സംബന്ധിച്ച് ഗ്രൂപ്പിനകത്ത് തർക്കം രൂക്ഷമായിരുന്നു. മേയർ സ്ഥാനം പങ്കിടാൻ A ഗ്രൂപ്പ് തീരുമാനിച്ചെങ്കിലും KPCC അതൃപ്തി അറിയിച്ചതോടെ വീണ്ടും പ്രതിസന്ധിയിലായി. അനിശ്ചിതത്വങ്ങൾക്കിടെ സൗമിനി ജെയിനെ മേയർ സ്ഥാനാർത്ഥിയായി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം I ഗ്രൂപ്പിലെ TJ വിനോദിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കാനും യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി തീരുമാനം അനിശ്ചിതത്വത്തിൽ. വിമതന്റെ പിറകെ കോൺഗ്രസ് ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്തുണയില്ലെന്നും സുധാകരന്റെ ഔദാര്യം വേണ്ടെന്നും ലീഗിന് പദവി ആഗ്രഹിക്കാൻ തന്റെ വോട്ട് വേണമെന്നും വിമതൻ. അതേസമയം മേയർ സ്ഥാനത്തേക്ക് കൗൺസിലർ EP ലതയെ മത്സരിപ്പിക്കാൻ LDF തീരുമാനിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ KPCC ഉപസമിതിയെയും DCC നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കി PK രാഗേഷ് വീണ്ടും തുറന്നടിച്ചു. K സുധാകരന്റെ ഔദാര്യം വേണ്ട, ഉപാധികൾ പരിഹരിച്ചാൽ മാത്രം പിന്തുണ, DCC നേതൃത്വം മാറണം, ഡെപ്യൂട്ടി മേയർ പദവി ലഭിക്കണം. DCC പ്രസിഡന്റിന്റെയോ K സുധാകരന്റെയോ ഔദാര്യത്തിന്റെ മുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികേട് എനിക്കില്ല. ഇത് രണ്ടും അംഗീകരിക്കാൻ UDF നേതൃത്വം തയ്യാറല്ല. DCC നേതൃത്വം മാറിയാൽ K സുധാകരന്റെ സ്വാധീനം പിന്നീട് കണ്ണൂർ കോൺഗ്രസിലില്ല. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചർച്ചയ്ക്കെടുത്താൽ ലീഗ് കോർപ്പറേഷനിൽ ഒന്നുമല്ലാതാവും. 3 മണിയോടെ ഉപസമിതി യോഗത്തിൽ വെള്ളം കുടിച്ച് KC ജോസഫ് ഇറങ്ങി. ഔദാര്യം ആവശ്യമുള്ളവർക്ക് മാത്രം. KPCC വിമതരെ ഉപാധികളോടെ സ്വീകരിക്കില്ലെന്ന തീരുമാനമുണ്ടെന്ന് K സുധാകരൻ. ഔദാര്യം ആവശ്യമുള്ളവരെടുത്താൽ മതി. KPCC പ്രസിഡന്റ് പറഞ്ഞതായാലും, അസൻ പറഞ്ഞതായാലും, DC പ്രസിഡന്റ് പറഞ്ഞതായാലും, KC ജോസഫ് പറഞ്ഞതായാലും, K സുധാകരൻ പറഞ്ഞതായാലും എല്ലാവരും പറഞ്ഞത് ഒരഭിപ്രായം, ഒറ്റ തീരുമാനം, അത് പാർട്ടി തീരുമാനം. രാത്രി വരെ MM ഹസനും സതീശൻ പാച്ചേനിയും അടക്കമുള്ള നേതൃത്വം ചർച്ച നടത്തി എവിടെയും എത്താതെ പിരിഞ്ഞു. P രാമകൃഷ്ണനും രാഗേഷും രഹസ്യ ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. പെങ്ങളില്ലാത്തവർ മരുമക്കളെ കൊതിക്കേണ്ടെന്ന് ലീഗിനെതിരെ PK രാഗേഷും കൂട്ടാളികളും ആഞ്ഞടിച്ചു. ഈ 27, 10, 17 ഒന്നുമല്ല ഇന്ന് വില നിശ്ചയിക്കേണ്ടത് എൻ്റെ ഒരു വോട്ടാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് കോൺഗ്രസും UDFും താഴോട്ട് വരുന്നില്ലെങ്കിൽ വളരെ ശക്തമായ ഒരു നിലപാട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. പെങ്ങളില്ലാത്ത കൂട്ടരെ ഒരിക്കലും മരുമക്കളെ കുറിച്ച് ആഗ്രഹിക്കാൻ പാടില്ല. ലീഗും കോൺഗ്രസും ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. DCC നേതൃമാറ്റം, ഡെപ്യൂട്ടി മേയർ പദവി, ഇവ രണ്ടുമാണ് PK രാഗേഷ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ. ഇത് പരിഹരിക്കാൻ ഉപസമിതിക്കുമായില്ല. K സുധാകരന്റെ യുദ്ധതന്ത്രങ്ങൾ പാളുകയാണോ? കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഐക്യത്തോടെയും ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നുമുള്ള പ്രവർത്തനമാണ് കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം നേടാൻ സഹായിച്ചതെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പാർട്ടി ഭാരവാഹിത്വത്തിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുമുള്ള പ്രായപരിധി സംബന്ധിച്ച് പ്ലീനം രേഖയിൽ പരാമർശമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. RSSന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വർഗീയ അജണ്ടകൾക്കെതിരെ ഡിസംബർ ആദ്യവാരം രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. UDF സർക്കാരിന്റെ അഴിമതിക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരായാണ് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയത്. ജാതി സംഘടനകളെ കൂട്ടുപിടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള BJP ശ്രമം ജനങ്ങൾ തിരസ്കരിച്ചുവെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. BJPക്ക് ലഭിച്ച വോട്ടുകൾ ചോർന്നത് കോൺഗ്രസിൽ നിന്നാണെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ രേഖയുടെ കരട് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി. ഭാരവാഹിത്വം വഹിക്കാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള പ്രായപരിധി സംബന്ധിച്ച് രേഖയിൽ പരാമർശങ്ങളില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി യെച്ചൂരി പറഞ്ഞു.
continues to be able to mobilize the people both in party's favor and our country's favor. പ്രായപരിധി VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ ബാധകമാണോ എന്ന ചോദ്യത്തിന് എല്ലാ പാർട്ടി മെമ്പർമാർക്കും ബാധകമാണ് എന്നായിരുന്നു മറുപടി. Whatever we decide is applicable to all members of the CPI. He is a member of the CPI. അസഹിഷ്ണുതക്കെതിരെയും RSSന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വർഗീയ നിലപാടുകൾക്കെതിരെയും ഡിസംബർ 1 മുതൽ 6 വരെ 6 ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. 15 പുതിയ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുക വഴി രാജ്യത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള അവസരമാണ് വിദേശ കുത്തകകൾക്ക് നരേന്ദ്രമോദി ഒരുക്കിക്കൊടുത്തതെന്നും കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മികച്ച മുന്നേറ്റമുണ്ടാക്കിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. വർഗീയതയ്ക്കെതിരായ സമരം ശക്തിപ്പെടുത്തിയും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ വഴിയും കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോകാനാണ് CPIMന്റെ തീരുമാനം. ദില്ലിയിലെ AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. BJPയുമായി സഖ്യത്തിനില്ലെന്ന് NSS. BJP കേന്ദ്ര നേതാക്കൾ സമയം ചോദിച്ചിട്ടില്ലെന്നും നേതൃത്വത്തെ അപമാനിക്കാൻ BJP ശ്രമിച്ചുവെന്നും NSSന്റെ മുഖപത്രം സർവീസസിന്റെ വിമർശനം. NSSന്റെ സമദൂരം ശരിയെന്ന് തെളിഞ്ഞു. തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ BJPക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമായിരുന്നുവെന്നും സർവീസസിൽ പറയുന്നു. SNDPക്ക് പിന്നാലെ NSSനെ ഒപ്പം നിർത്താനുള്ള BJP നീക്കങ്ങളുടെ മുനയടിച്ചുകൊണ്ടാണ് NSS മുഖപത്രമായ സർവീസസിന്റെ മുഖപ്രസംഗം. BJPയുമായി ചേർന്ന് രാഷ്ട്രീയ ഗൂഢലക്ഷ്യം മുന്നിൽ കണ്ടാണ് വിശാല ഹിന്ദു ഐക്യത്തിന് ഒരു ഹൈന്ദവ സമുദായ സംഘടന നീക്കം നടത്തിയത്. SNDPയെ പേരെടുത്തു പറയാതെയായിരുന്നു വിമർശനം. ഈ കൂട്ടുകെട്ടിൽ പങ്കാളിയാകാത്തതിനാൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ അനാവശ്യവും വസ്തുതാവിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും സംഘടനയിൽ പിളർപ്പുണ്ടെന്ന് വരുത്തി തീർക്കാനും നടത്തിയ ശ്രമങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്നതാണോ എന്ന് BJP നേതൃത്വം ഇപ്പോഴെങ്കിലും ചിന്തിക്കണമെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം NSSന്റെ സമദൂര നിലപാട് ശരിവെക്കുന്നതാണ്. BJP ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ ലഭിച്ചതിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമായിരുന്നു. SNDPയുമായി ഉണ്ടാക്കിയ ധാരണ NSSലും നടപ്പാക്കാൻ BJP നേതൃത്വം എടുക്കുന്ന ശ്രമം അപലപനീയമാണെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവനകളും നിലപാടുകളും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ചേർന്ന രീതിയിലല്ല. എല്ലാം മറന്നുള്ള സംസ്ഥാന BJP നേതൃത്വത്തിന്റെ നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും സർവീസസിന്റെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. NSSന്റെ അടിസ്ഥാന മൂല്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിച്ച് സാമൂഹ്യനീതിക്കു വേണ്ടി പോരാട്ടം തുടരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഫറൂഖ് കോളേജ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ വിവാദ മറുപടി. ക്യാമ്പസുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതിൽ യോജിപ്പില്ലെന്ന് അബ്ദുറബ്. കേരളത്തിൽ ഒരിടത്തും വിദ്യാർത്ഥികൾ മുട്ടിയുരുമി ഇരിക്കാറില്ല. ഫറൂഖ് കോളേജിൽ നിന്ന് തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുതെന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടിനെ അനുകൂലിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന. ഒന്നിച്ച് ഒരേ അടുത്തടുത്തിരിക്കുന്നതിനോട് സെപ്പറേറ്റ് ചെയേഴ്സിലാണെങ്കിലും ഓക്കെ, അതല്ലാതെ ഒന്നിച്ചിരിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തുന്നില്ല. വെവ്വേറെ നിരകളിൽ ഇരുന്നാണ് ഞാനും പഠിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും കോളേജ് കേരളത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഒന്നിച്ച് മുട്ടൊരുമി ഇരിക്കുന്ന കോളേജുകളുണ്ട് എന്നുള്ള വിവരം എനിക്കില്ല. എനിക്ക് യോജിപ്പില്ല, വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. സാധാരണഗതിയിൽ രണ്ട് റോലാണ്, ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. ഇപ്പം ജെൻഡർ ഈക്വൽ ഇതുമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഡിമാൻഡുകൾ വരുന്നു. ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ മന്ത്രിമാരായ കെ ബാബു, രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കൊല്ലം സ്വദേശിയാണ് ഹർജി നൽകിയത്. പൊതു താൽപര്യമുള്ള ഹർജിയായതിനാൽ ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും കെ ബാബുവും കോഴ വാങ്ങിയെന്ന് ഇടതുമുന്നണി ജനപ്രതിനിധികളുടെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത VS നടത്തിയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം ആലപ്പാട് സ്വദേശി മുത്തുകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഇവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തത്. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷ പൊതുതാൽപര്യ ഹർജിയുടെ സ്വഭാവം പരാതിക്കൊണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷന്റെ ബെഞ്ചിലേക്ക് പരിഗണനയ്ക്കായി വിട്ടു. മാത്രമല്ല VS നടത്തിയ പ്രസ്താവനയുടെ പകർപ്പ് തെളിവായി സ്വീകരിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുത്തുകൃഷ്ണൻ കേരള ഗവർണർക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി ലഭിച്ച ഗവർണർ ഏപ്രിൽ മാസം 27-ാം തീയതി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പരാതി ലഭിച്ച് 7 മാസം പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. DGP ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ടെന്ന് ആവശ്യപ്പെട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. നടപടിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.
ജേക്കബ് തോമസിനെതിരെ എന്തു നടപടിയെടുക്കണമെന്ന കാര്യത്തിൽ സർക്കാർ തലപ്പത്ത് ഇനിയും ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ നോട്ടീസിന് 6 ദിവസങ്ങൾക്ക് മുമ്പ് ജേക്കബ് തോമസ് മറുപടി നൽകിയിരുന്നു. ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ള ജേക്കബ് തോമസിനെതിരെ നടപടിയെടുത്താൽ ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂടിലാവും. അത് തന്റെ പ്രതിച്ഛായയെ ബാധിക്കും. കൂടാതെ IPS ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുമാണ്. ജേക്കബ് തോമസിനെതിരെ നടപടിയെടുത്താൽ അതിന്റെ പാപഭാരം മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാം. ഇത് തനിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി തരുമെന്ന് ചെന്നിത്തല കരുതുന്നു. കൂടാതെ ജേക്കബ് തോമസ് നൽകിയ വിശദീകരണ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കത്തക്ക വിധത്തിൽ ഒന്നുമില്ലതാനും. ഇതാകെ കണ്ടുകൊണ്ടാണ് ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ടെന്ന് രമേശ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതിയ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയുടെ നിയമനത്തിൽ പ്രവൃത്തി നോക്കി നിലപാട് വ്യക്തമാക്കുമെന്ന് VS അച്യുതാനന്ദൻ. കാസർഗോഡ് വെച്ചാണ് VS ഇക്കാര്യം പറഞ്ഞത്. അതായത് എടുക്കുന്ന നിലപാട് എന്താണെന്ന് നോക്കിയിട്ട് നിശ്ചയിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ DGP പോസ്റ്റിലുള്ള ആളിനെ നിയമിക്കേണ്ട സ്ഥാനത്ത് ADGP-കാരനായിട്ടുള്ള ശങ്കർ റെഡ്ഡിയെ നിയമിച്ചിരിക്കുകയാണ്. അയാൾ ഇതേപോലുള്ള അഴിമതി പ്രശ്നങ്ങളിലെല്ലാം എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കി അതിന്മേൽ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും രൂപവൽക്കരിക്കുന്നതാണ്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പരമോന്നത മാധ്യമ പുരസ്കാരം കൈരളി TV MDയും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസിന് ഈ മാസം 21-ാം തീയതി ചിക്കാഗോയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് പുരസ്കാര വിതരണം. ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെമിനാറും ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കും. മാധ്യമങ്ങളും സമകാലീന ഇന്ത്യയും എന്ന വിഷയമാണ് ബ്രിട്ടാസ് അവതരിപ്പിക്കുക. മതശക്തികൾക്ക് മാധ്യമങ്ങളിലെ സ്വാധീനം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ഗുരുരത്നം ജ്ഞാന തപസ്വിയാണ്. യുവ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSIDC വനിതാ സംരംഭക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് MD ഡോക്ടർ ബീന IAS. ഇതിന്റെ പ്രചരണാർത്ഥം കൊച്ചിയിൽ അരങ്ങേറിയ ഫ്ലാഷ് മോബ് കാഴ്ചക്കാർക്ക് വിരുന്നായി. കേരള അഡ്വർടൈസിംഗ് അസോസിയേഷൻ 4 വർഷം കൂടുമ്പോൾ സംഘടിപ്പിക്കുന്ന K3A ആർട്ട് ഫെസ്റ്റ് 2015 ഈ മാസം 27, 28, 29 തീയതികളിൽ വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരസ്യ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ബിസിനസ്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഫെസ്റ്റിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വ്യത്യസ്ത വ്യവസായ മേഖലയിൽ പ്രതിബന്ധങ്ങളെ നേരിട്ട് തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കുകയും രാജ്യപുരോഗതിയിൽ സ്വാധീനം ചെലുത്തിയവരുമായ 10 വ്യവസായ പ്രമുഖരെ അവാർഡ് നൽകിയാതിരിക്കും. ജോസഫ് ചാവറ, ജെയിംസ് വളപ്പില, PT എബ്രഹാം, സിബി ചാവറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.